മറ്റൊന്ന് ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാനെ വളഞ്ഞു നിൽക്കുന്ന US യുദ്ധക്കപ്പലുകളും സേനാവ്യൂഹവും അവിടെ തന്നെ തുടരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെ ഹോർമുസിലെ ബോംബ് ഗണിയാണ് ഇപ്പോൾ ഇറാൻ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഹോർമുസിൽ സംയുക്ത സേനയുടെ അകമ്പടിയോടെ കപ്പൽ ഗതാഗതം സാധ്യമാക്കാനുള്ള ആലോചന ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്നതിനിടയിലാണ് പാശ്ചാത്യ ശക്തികളെ സമ്മർദ്ദത്തിലാക്കി ഹോർമുസിലെ യുദ്ധകാലത്തെ സാഹചര്യത്തെക്കുറിച്ച് ഇറാൻ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അവരുടെ പ്രധാനപ്പെട്ട സേനാ വിഭാഗം ഈ കപ്പലുകൾ കടത്തിവിടാതിരിക്കാനായി, അവർക്ക് മുന്നറിയിപ്പ് നൽകാനായി, ഇറാന്റെ അനുമതിയില്ലാതെ കപ്പലുകൾ കടന്നാൽ അവയെ നശിപ്പിക്കാനായി ബോംബുകൾ സ്ഥാപിച്ചു എന്നുള്ള വിവരം അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ഇറാൻ വൻകരയോട് ചേർന്നുള്ള കടൽ മേഖലയിൽ കപ്പലുകൾ സാധാരണ പോകാറുള്ള പാതയിലാണ് ഫെബ്രുവരി 28 ശേഷം, അതായത് യുദ്ധം ആരംഭിച്ച ശേഷം ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ബോംബുകൾ വെച്ചത്. അതിപ്പോഴും അവിടെ തുടരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇറാൻ. അതെന്തിൻ്റെ സാഹചര്യമാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇത്രയധികം ഭീഷണി ഉണ്ടാക്കുന്ന മറ്റൊരു സംഗതിയുമില്ല. ഇറാൻ അനുമതി നൽകിയാൽ മാത്രമേ ആ മേഖലയിലൂടെ കപ്പലുകൾ കടക്കാൻ സാധിക്കൂ എന്നുള്ള മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ ബോംബുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇറാന്റെ പക്കൽ ഇനിയും ഇത്തരം ആയുധങ്ങൾ നിരവധി അവശേഷിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളെ പേടിപ്പിക്കാൻ, അമേരിക്കയെ പേടിപ്പിക്കാൻ, ഇസ്രായേലിനെ പേടിപ്പിക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അജയ്, ഈ ബോംബുകളെ സംബന്ധിച്ച് നമ്മൾ അന്ന് പറഞ്ഞതാണ്, ആ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അവിടെ തുടരുന്നു എന്ന് പറയുമ്പോൾ ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം ഉടനെ ഒന്നും സുഗമമാകില്ല എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടിയാണല്ലോ. ഇപ്പോൾ നിലവിൽ IRGC വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവർ ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായി അടച്ചിട്ടില്ല, എന്നാൽ മേഖലയിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നതാണ്. ഇതിപ്പോൾ ഹോർമുസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാന് ആദ്യം തന്നെ ലഭിച്ചിരുന്ന ഒരു ട്രംപ് കാർഡാണ് ഹോർമുസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ലോകത്തിലുള്ള കപ്പൽ ഗതാഗതത്തിന്റെ വലിയൊരു ഭൂരിപക്ഷവും നടക്കുന്നത് ഇതുവഴിയാണ്. ഗൾഫ് നാടുകളിലേക്കുള്ള ചരക്ക് നീക്കവും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിൽ നിന്ന് മറ്റ് ലോകരാജ്യങ്ങളിലേക്കുള്ള ഈ എണ്ണയുടെ വിതരണം എല്ലാം പ്രധാനമായിട്ടും നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അപ്പോൾ ഇതിനെ അടച്ചുകൊണ്ടുള്ള ഇറാന്റെ ഒരു നീക്കം അത് തീർച്ചയായിട്ടും അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഇപ്പോൾ അവിടെ ഈ ഫെബ്രുവരി 28 ശേഷം വിന്യസിച്ചിട്ടുള്ള ചില ബോംബുകൾ നമ്മൾ വ്യക്തമായി പറയുകയാണെങ്കിൽ സീ മൈനുകൾ, ഈ കപ്പലുകൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണോ ഒരു ലാൻഡ് മൈൻ പ്രവർത്തിക്കുന്നത് അതുപോലെ ഈ സീ മൈൻ പ്രവർത്തിച്ചുകൊണ്ട് ഈ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സഹായകരമാകും. അപ്പോൾ ചിലപ്പോൾ ഈ കപ്പലിനെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ലായിരിക്കും, എങ്കിലും നല്ല രീതിയിലുള്ള കേടുപാടുകൾ ഈ കപ്പലിന് ഈ സീ മൈനുകൾ കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.